ഹായ് മക്കളെ, നിങ്ങൾ അടുത്ത വർഷം നീറ്റിനോ ജെയിക്കോ വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാച്ച് ദിസ്. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ എന്തുകൊണ്ട് നിങ്ങൾ എഡ്യൂപോർട്ടൽ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഫാക്ടേഴ്സും ഞാൻ പറയുന്നുണ്ട്. സോ അവസാനം വരെ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിസിഷനിൽ എടുക്കാം. മക്കളെ, നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പം പ്രധാനമായിട്ട് ഒരു സെൻറ്ററിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് അവിടുത്തെ അക്കാഡമിക്സ് ആണ്, ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. 2 അവിടുത്തെ ലൈഫ്, ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ, പഠിക്കാനുള്ള സൗകര്യം ഉണ്ടോ, മെൻറ്റേഴ്സ് എങ്ങനെ, ഫുഡ് എങ്ങനെയെന്നുള്ളതാണ്. ആൻഡ് 3ാമതായിട്ട് ടെക്നോളജി. ഈ ടെക്നോളജിയുടെ കേസിൽ ഒരു 4-5 വർഷം മുമ്പ് വരെ ഈ സംഭവം ഇല്ല. ആകെ 2 കാര്യങ്ങൾ നിങ്ങൾ സെൻറ്റർ, അവിടുത്തെ ക്ലാസ് എങ്ങനെയുണ്ട്, അവിടുത്തെ ഹോസ്റ്റലും ബാക്കി ലൈഫും എങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ എവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ഒരു 80% നിങ്ങൾക്ക് നീറ്റ് കിട്ടുമോ അല്ലെ നീറ്റോ ജെഇ കിട്ടുമോ എന്നുള്ളതിൻ്റെ 80% എന്താണ്, ഉറപ്പായിട്ടും നിങ്ങളുടെ എഫേർട്ടാണ് അല്ലേ. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നതിനനുസരിച്ചാണ്. ആ ഒരു 80% നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അവിടെ ഏതൊക്കെ ടെക്നോളജി എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ഈ 3 കാര്യങ്ങളും എഡ്യൂപോർട്ടിന് എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കേസ് എന്താ വെച്ചാൽ അക്കാഡമിക്സ്. മക്കളെ, ഇപ്പോൾ ഏത് സെൻറ്റർ എടുക്കുകയാണെങ്കിലും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസാണ് അവിടെ ഉള്ളതെന്ന് പറയാം. എഡ്യൂപോർട്ടിൻ്റെ കേസിലും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസാണ് ഉള്ളതെന്നും മാത്രമല്ല 2 കാര്യങ്ങൾ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ NIT കാലിക്കറ്റാണ്, ബിലാൽ സർ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, ഷിനാസ് സർ നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കുന്നത് IIT മദ്രാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, നിഷാദ് സർ IIT മദ്രാസാണ്, അതേപോലെ തന്നെ ദേവപ്രേമ മെഡിക്കൽ കോളേജാണ്, അഖിൽ സർ ഡോക്ടറാണ്, മുഹസിൻ സർ ഡോക്ടറാണ് എന്ന് മാത്രമല്ല ബാക്കി ഇവിടെ ആരൊക്കെയാണ്, SD സുധീഷ് സർ എന്ന് പറയുന്നത് ബോട്ടണിയിൽ കേരളത്തിലെ ടോപ്പ് 3 ഫാക്കൽറ്റീസ് എടുക്കുകയാണെങ്കിൽ ഒരാൾ സുധീഷ് സാർ ആയിരിക്കും, 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ ജെഇ മാത്സ് എടുക്കുന്ന കൃഷ്ണൻ സാറ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ടോപ്പ് ആളായിരുന്നു, PC തോമസ്. ആ ലെവലുള്ള എക്സ്പീരിയൻസ്. അതായത് എഡ്യൂപോർട്ടിൻ്റെ ഫാക്കൽറ്റീസ് ഒന്നെങ്കിൽ എന്തായിരിക്കും, ഈ നീറ്റ് ജെഇ തുടങ്ങിയ എൻട്രൻസിൻ്റെ കടമ്പകൾ ചാടിക്കടന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. ആൻഡ് ഇതാണ് ഒന്നാമതായിട്ട് ഫാക്കൽറ്റീസിൻ്റെ കേസ് പറയാനുള്ളത്. ആൻഡ് രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് എഡ്യൂപോർട്ടിൽ ഉറപ്പായിട്ട് ഒരുപാട് ബാച്ചസ് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് എൻഷുർ ചെയ്യാം, നിങ്ങളിപ്പോൾ ഏത് ബാച്ചിലാണെങ്കിലും ഈ ടോപ്പ് ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സെൻറ്റേഴ്സിലും ടോപ്പ് ഫാക്കൽറ്റീസിനാണ്, പക്ഷേ അതെല്ലാ ബാച്ചിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയമാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് നിങ്ങൾ ഏത് ബാച്ചിലാണെങ്കിലും ഉറപ്പായിട്ട് എന്ത് തരും, നമ്മൾ ക്ലാസ് എടുത്ത് തരും. അക്കാഡമിക്സിൻ്റെ കേസിൽ എഡ്യൂപോർട്ടിൻ്റെ ഉറപ്പതാണ്, ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഫോർ ഓൾ ബാച്ചസ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എഡ്യൂപോർട്ടിൻ്റെ ടെക്നോളജിയാണ്. മക്കളെ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫാക്കൽറ്റീസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഓഫ്ലൈനായിട്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് എടുക്കുക. ആൻഡ് ഈ ഓഫ്ലൈൻ ക്ലാസ്സിന് ശേഷമാണ് എന്നുള്ളത് എഡ്യൂപോർട്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്താണ് എഡ്യൂപോർട്ടിൻ്റെ ടെക്നോളജി എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സംഭവം ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ എന്തായിരിക്കും, നമുക്കൊന്ന് മൈൻഡ് ഔട്ട് ആയിപ്പോലെ, ഒന്ന് ശ്രദ്ധ മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് ആ ക്ലാസ്സസ് അല്ലെങ്കിൽ ആ പോർഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഏറ്റവും നല്ല വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം, വീഡിയോ ക്ലാസ് ഉപയോഗിച്ച് വീണ്ടും പഠിക്കുക എന്നുള്ളതില്ല, മിസ്സായി പോയ പോർഷൻസ് റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ഉണ്ടാവും. എന്ന് മാത്രമല്ല ക്ലാസ്സിലെടുത്ത എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ലേ, ക്ലാസ്സിൽ സെർച്ച് ചെയ്ത് ആ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും മിനിമം ഒരു 2 തവണ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോഴും അത് ശരിയാക്കുന്നവരെ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ തന്നിട്ടാ ഇങ്ങനെയാണ് തെറ്റിയെന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങളത് ശരിയാക്കി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെ എന്താണ് നിങ്ങൾ പഠിക്കുന്ന മുഴുവൻ സബ്ജക്ട്സിൻ്റെയും മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും മുഴുവൻ ടോപ്പിക്കിലും എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണ് നമ്മുടെ ആപ്പ് അളക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമ്മളെ പോർഷൻസ് ഒക്കെ തീരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ +2 സംഭവിച്ച പോലെ തന്നെ എനിക്ക് ഇൻ്റഗ്രേഷൻ ടഫാണ്. എന്താ മോനെ ടഫ് എന്ന് വെച്ചാൽ അത് അറിയണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റം നിങ്ങളോട് പറഞ്ഞു, മോനെ ഫിസിക്സിൽ 1ാമത്തെ പാഠം നീ സെറ്റാണ്, 2ാമത്തെ പാഠത്തിൽ ആദ്യത്തെ 3 ടോപ്പിക്ക് നീ ഓക്കെയാണ്, പക്ഷേ എന്താണ് റിലേറ്റീവ് മോഷൻ നിനക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് തരും, കൃത്യമായിട്ട് സിസ്റ്റം പറഞ്ഞുതരും. അവിടെ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ പല കുട്ടികളും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ഇതൊക്കെ നിങ്ങളെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കട്ടോ. അതായത് നമ്മൾ ജൂണിൽ പഠിക്കുന്നു, അത് ജൂലൈയിലേക്ക് മറക്കും, ജൂലൈ പഠിച്ചത് ഓഗസ്റ്റിലേക്ക്. ഒരു സൈഡിൽ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടാവും, ഒരു സൈഡിൽ നമ്മൾ മറക്കും. പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നമ്മൾ റിവൈസ് ചെയ്യില്ല. പക്ഷേ എന്ത് റിവൈസ് ചെയ്യണം എന്നുള്ള ഇപ്പോഴും പലർക്കും അറിയാത്ത കേസല്ലേ. പക്ഷെ നമ്മുടെ അഡാപ്റ്റിൽ എന്തുണ്ട്, ഒരു റിവിഷൻ എഞ്ചിൻ ഉണ്ട്. നിങ്ങൾ ഈ ആഴ്ച പഠിച്ചത് അടുത്ത ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിവിഷനായിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഷെഡ്യൂൾ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളത് മര്യാദയ്ക്ക് ചെയ്തിട്ടുള്ള എന്താണ്, ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് കടന്നു വരും. അതേസമയം നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് അതെന്തായിരിക്കും, ഒരു മാസം കഴിഞ്ഞായിരിക്കും. അപ്പം ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത് മറക്കുന്നില്ല എന്നുള്ളതും കൂടെ എന്താണ്
നമ്മുടെ റിവിഷൻ എഞ്ചിനും നമ്മുടെ അഡാപ്റ്റും നിങ്ങളെ ഉറപ്പിക്കും. ഇതാണ് നമ്മുടെ ടെക്നോളജിയുടെ കേസിൽ പറയുന്നത്. ഒരിക്കൽ കൂടെ പറയുകയാണ്, ക്ലാസ്സസ് വീഡിയോ ക്ലാസ്സസ് അല്ല നിങ്ങൾ കാണാം. അതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം +2ൻ്റെ കൂടെയൊക്കെ പഠിക്കുമ്പോൾ ഡെയിലി ഒരു 1.5 മണിക്കൂർ ക്ലാസ് കാണുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പം എന്താ പറയുക, ഒരു 5-6 മണിക്കൂറൊക്കെ ക്ലാസ് കണ്ടില്ല. 5-6 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ 3 സിനിമ കാണുന്നതിന് തുല്യ. 3 സിനിമ നമുക്ക് ഡെയിലി കാണാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും. അതും എല്ലാ ദിവസവും കാണുന്നത് എന്താണ്, പലപ്പോഴും എന്തായിരിക്കും നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ പെൻഡിങ് വരും. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിന് ശേഷം പഠിക്കുന്നതായിരിക്കും നമ്മുടെ ടെക്നോളജി അഡാപ്റ്റിൻ്റെ സഹായത്തോടു കൂടി. ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ആൻഡ് മൂന്നാമതായിട്ട് ക്യാമ്പസിൻ്റെ ലൈഫ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു പ്രോപ്പർ ക്യാമ്പസിൽ, ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ ക്യാമ്പസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്ത് ബ്രേക്കിൻ്റെ ഇടയ്ക്കൊന്ന് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. നല്ല സൗകര്യമുള്ള ക്യാമ്പസ് ആയിരിക്കും. കളിക്കേണ്ടവർക്ക് കളിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റി എന്തുണ്ട് അവിടെ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നമ്മൾ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, ഹോസ്റ്റൽസൊക്കെ വളരെ വളരെ നിയർ ബൈ ആയിരിക്കും. ഒരൊറ്റൊരു ഹോസ്റ്റൽ ഒരു 10 മിനിറ്റ് അകലെ. ബാക്കി എല്ലാ ഹോസ്റ്റലിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ക്ലാസ് റൂമിലെത്താൻ മാക്സിമം 5 മിനിറ്റ് നടന്നാൽ മതി. ഓക്കെ, ആൻഡ് ഇത് വളരെ വലിയ ഇമ്പാക്റ്റ് ആട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ഒരൊറ്റ കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു നിങ്ങൾ പോകാൻ പോകുന്ന ഒരു സെൻറ്ററിൽ എന്താണ്, നിങ്ങളുടെ ഹോസ്റ്റലും നിങ്ങളുടെ ക്ലാസ് റൂമും തമ്മിൽ 1/2 മണിക്കൂർ വ്യത്യാസം ഉണ്ടെന്ന് എഴുതാം. 1/2 മണിക്കൂർ ബസ് പോകണം. അങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഏകദേശം 1 മണിക്കൂർ പോകേണ്ടി വരും അല്ലേ. ഒരു 200 ദിവസം ക്ലാസ് ഉണ്ടെങ്കിലോ, 200 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 200 hours ആണ് എന്ത് ചെയ്യുന്നത്, ബസ്സിൽ പോകുന്നത് അല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്യില്ല, ബസ് യാത്രയുടെ ക്ഷീണമോ ബാക്കി ഒരുങ്ങുന്നതും ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ട സമയം ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എടുക്കുന്നില്ല, വെറും യാത്രയുടെ മാത്രം. ഈ 200 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം 5 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 200/5 അഥവാ 40 പഠിക്കേണ്ട ദിവസമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. 40 പഠിക്കേണ്ട ദിവസമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഒരു നീറ്റ് ജെ റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം 40 ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ മിക്കവാറും എന്തായിരിക്കും നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു ലെവൽ ഇമ്പോർട്ടൻസ് എന്താണ് ഹോസ്റ്റലുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് നേരെ വന്ന് ഹോസ്റ്റലിലേക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ഡേ ഇൻ എ ലൈഫൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് അടുത്തത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, എത്ര നല്ല ക്ലാസ്സും എത്ര നല്ല ഹോസ്റ്റലും എത്ര നല്ല ടെക്നോളജി ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. എന്താണ്, നിങ്ങൾ മര്യാദയ്ക്ക് നന്നായിട്ട് പഠിക്കണം. അതിനുള്ള ഏറ്റവും വലിയ സെറ്റപ്പാണ് എന്ത്, സ്റ്റഡി ഹാള്, നല്ല ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ AC സ്റ്റഡി ഹാളുള്ള, അത് AC റൂമുകളും AC ക്ലാസ് റൂമുകളും, നിങ്ങൾ കൂടുതൽ ഫീസ് എന്നാൽ AC റൂമൊക്കെ എന്തുണ്ടാവും എല്ലാ സ്ഥലത്തുണ്ട്, ഹോസ്റ്റൽ റൂമൊക്കെ. പക്ഷേ AC സ്റ്റഡി ഹാൾ എഡ്യൂപോർട്ടിൽ മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്ത്, AC യിലിരുന്ന് പഠിക്കുന്നത് അല്ലാത്തതന്നെ. അപ്പം ഞങ്ങളുടെ എല്ലാ ക്യാമ്പസിലെ സ്റ്റഡി ഹാളും AC ആണ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്. അതായത് ഈ റിപ്പീറ്റ് എന്ന് പറയുന്ന അത്യാവശ്യം ടെൻഷനുള്ള പരിപാടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്യാൻ ചെയ്യണം, നല്ല മെൻറ്റേഴ്സ് വേണം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഓൺലൈൻ ബാച്ചിലൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എത്രമാത്രം നല്ലതായിരുന്നു മെൻറ്റേഴ്സ്, നിങ്ങളുടെ മെൻറ്റേഴ്സ്, അല്ലെങ്കിൽ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മെൻറ്റർഷിപ്പ് കൊണ്ടുപോയത് എന്നുള്ളത് അല്ലേ. കൃത്യമായ ഇടവേള നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് എപ്പോൾ സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങൾ ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, ത്രൂ ഫോണാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഈ മെൻറ്റേഴ്സൊക്കെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ കൃത്യമായിട്ട് എന്ത് ചെയ്ത് തരും, നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ എന്താണ്, ഏറ്റവും നല്ല ഫുഡ്. നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് ഭക്ഷണം മോശമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല. സോ ഈ രീതിയിൽ എന്താണ്, നിങ്ങൾക്ക് ക്ലാസ്സും നിങ്ങളുടെ പഠനത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യവും എന്തുണ്ടാവില്ല, എഡ്യൂപോർട്ടിൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത്രയ്ക്കും ഞങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. സോ അക്കാഡമിക്സ് ഞങ്ങൾ പറഞ്ഞു, ടെക്നോളജി നമ്മൾ പറഞ്ഞു, ആൻഡ് അതേപോലെ തന്നെ ഹോസ്റ്റലും പറഞ്ഞു. ഇനി നിങ്ങൾ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഇതൊരു ഏകദേശ സമയം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ്, രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റാൽ 5 to 7 എന്താണ് നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. ഓക്കെ, ആൻഡ് 7 മണി മുതൽ 8 മണി വരെ എന്താണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഗെറ്റ് റെഡി ആവാം. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ വീണ്ടും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഹോസ്റ്റലിൽ കാണാൻ പറ്റും. ആൻഡ് 8 മണി മുതൽ 1 മണി വരെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്സസ്. നിങ്ങൾ ഹോസ്റ്റലിലേക്ക് നടന്നു പോകുന്നു, അവിടുന്ന് ക്ലാസ് ഒരു 4-5 മണിക്കൂറാണ് എന്തുണ്ടാവുക, നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ് ഉണ്ടാവുക. ആൻഡ് 1 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് എന്താണ് തിരിച്ച് വന്നിട്ട് ലഞ്ച് കഴിക്കാം, നിസ്കരിക്കേണ്ട ആൾക്ക് നിസ്കരിക്കാം, ബ്രേക്ക് എടുക്കേണ്ട ആൾക്ക് ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷം 2 മണിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ നേരെ സ്റ്റഡി ഹാളിൽ കാണണം. 2 to 5:30 നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. ഇവിടെ ഞാൻ ഈ അഡാപ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നതിൻ്റെ കേസ് എന്താ വെച്ചാൽ, സാധാരണ എല്ലാ ഓഫ്ലൈൻ ക്ലാസ്സിലും എന്താണ് ഒരു 6 മണിക്കൂറൊക്കെയാണ്, 6-6.5 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക. പക്ഷെ നമ്മളതെന്താണ് ഒരു 4.5 മണിക്കൂറിലേക്ക് ചുരുക്കിയിട്ട്, അതായത് ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 6.5 പ്യുവർ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ 6.5 മണിക്കൂറിൽ ഒരേ ടൈപ്പ് ചോദ്യം 3-4 ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, അത് 2 തവണ നമ്മൾ ക്ലാസ് ചെയ്തിട്ട് ബാക്കി 2 തവണ എന്തായിരിക്കും നിങ്ങൾ ഹോസ്റ്റലിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. അതായത് ക്ലാസ്സിൽ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ എത്തിയാൻ പ്രാക്ടീസ് ചെയ്യേണ്ട നമ്മളെ ടാബിലുണ്ടാവും. ആൻഡ് അത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താ, നിങ്ങൾ ആ ടോപ്പിക്ക് പെർഫെക്റ്റ് ആണ്. അതായത്
നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കേസാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടുവിലൊക്കെ സംഭവിച്ച് ക്ലാസ് കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്താണ് പരീക്ഷ ആളെത്തുമ്പോൾ സ്റ്റക്കാണ്. കാരണം എന്താ, നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് 100% ഞങ്ങൾക്ക് നിർബന്ധമാണെന്ത്, നിങ്ങളെല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെ 2 to 5:30 എന്ന് പറയുന്നത് ശരിക്ക് ഈ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയം കേട്ടോ. ആൻഡ് 5:30 to 7 എന്ന് പറയുന്നത് നിങ്ങളുടെ മീ ടൈമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കുളിക്കേണ്ടവർക്ക് കുളിക്കാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, കളിക്കേണ്ടവർക്ക് കളിക്കാം, പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഫാമിലീനെ വിളിക്കേണ്ട, ഫോൺ ചെയ്യേണ്ട സമയമായിരിക്കും. ആ സമയത്ത് മാത്രമായിരിക്കും നിങ്ങളുടെ ഫോൺ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ തരിക. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ 7 മണിക്കുള്ളിൽ ഡിന്നറും കഴിച്ചിട്ട് നേരെ സ്റ്റഡി ഹാളിലേക്ക് വരും. സ്റ്റഡി 7 to 11 എന്തായിരിക്കും, സ്റ്റഡി ആയിരിക്കും. ഇനി ചില കേസസിൽ എന്തായിരിക്കും 8 ഒരു ഡിന്നർ ബ്രേക്ക് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു 2 hours, ഉച്ചയ്ക്ക് ഒരു 3.5 മണിക്കൂർ, അതേപോലെ തന്നെ രാത്രി ഒരു 4 മണിക്കൂർ, അതായത് 7.5 ഒരു 9.5 മണിക്കൂർ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ, പഠിക്കാനുള്ള അവസരം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഏറ്റവും നല്ല ക്ലാസ് എടുത്ത് തരും. ഏറ്റവും നല്ല ലൈഫായിരിക്കും നിങ്ങൾക്കുള്ളത്. ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡെയിലി ഒരു 9.5 മണിക്കൂറോളം ഏറ്റവും മിനിമം നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ആൻഡ് ഇങ്ങനെ നിങ്ങൾ അടുത്ത 1 വർഷം പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് എന്താ, നിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ NIT IIT പോലത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലോ കാണാൻ പറ്റും. ഇതാണ് എജ്യൂപോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒരു കാര്യം ഞാൻ 100% ഉറപ്പുതരാം, എന്താണ് ഞാനിവിടെ പറഞ്ഞത് അത് മുഴുവൻ നിങ്ങൾക്ക് 100% കിട്ടും. സോ അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യാം. ശരി, അപ്പോൾ എന്ത് ചെയ്യാം, ക്യാമ്പസ് കാണാം. ബൈ.